ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT 7ാം ക്ലാസ്സിലെ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് റെസ്പിറേഷൻ ഇൻ ഓർഗാനിസംസ്. ഓരോ ഓർഗാനിസത്തിലും റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആരംഭിക്കാം. ഈച്ച് സെൽ ഓഫ് ആൻ ഓർഗാനിസം പെർഫോംസ് functions like nutrition, transport, excretion and reproduction. For these purposes it needs energy. നമ്മുടെ ഓരോ ഓർഗാനിസത്തിലെയും ഓരോ സെല്ലുകളും ഏതെല്ലാം ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്? ന്യൂട്രീഷൻ, അതുപോലെ ട്രാൻസ്പോർട്ട്, നമുക്ക് സഞ്ചരിക്കണം അല്ലേ, നമുക്ക് എനർജി വേണം ഇതിനെല്ലാം. ദെൻ നമ്മുടെ എക്സ്ക്രീഷൻ പ്രോസസ്സ്, നമ്മുടെ റീപ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഓരോ സെല്ലിലും നടക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ട്, എക്സ്ക്രീഷൻ, ദെൻ റീപ്രൊഡക്ഷൻ. ഇതിനെല്ലാം എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ്. അവർ ഫുഡ് ഈസ് സ്റ്റോർഡ് എനർജി വിച്ച് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. നാം ഭക്ഷണം കഴിക്കുന്നത് ഈ എനർജി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ എനർജി ഈ ഭക്ഷണത്തിൽ നിന്നും റിലീസാകുന്നത് എപ്പോഴാണ്? റെസ്പിറേഷൻ്റെ സമയത്താണ്, നാം ശ്വസിക്കുമ്പോഴാണ്. Breathing is the process during which we breathe in air having oxygen and we breathe out air rich in carbon dioxide. അപ്പോൾ എന്താണ് ബ്രീത്തിങ് എന്ന പ്രോസസ്സിൽ നടക്കുന്നത്? നമ്മുടെ എയറിലുള്ള ഓക്സിജൻ അകത്തേക്ക് കയറുകയും നമ്മുടെ ശരീരത്തിലുള്ള അധികമുള്ള കാർബൺ ഡയോക്സൈഡ് വെളിയിലേക്കും പോകുന്നതാണ് ബ്രീത്തിങ് എന്ന പ്രോസസ്സ്. അപ്പോൾ അകത്തേക്ക് എടുക്കുന്നതിനെ ബ്രീത്ത് ഇൻ എന്നും വെളിയിലേക്ക് കാർബൺ ഡയോക്സൈഡ് കളയുന്നതിനെ ബ്രീത്ത് ഔട്ടും എന്നാണ് പറയുന്നത്. The air rich in oxygen is transported to all parts of the body and ultimately to reach cell. അപ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത് ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു. ഈ ഓക്സിജൻ നമ്മുടെ ബ്ലഡിലൂടെ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും എത്തുന്നുണ്ട്. ദെൻ അവസാനം എവിടെയാണ് എത്തുന്നത്? ഓരോ സെല്ലിലും ഓക്സിജൻ എത്തുന്നുണ്ട്. ദിസ് ഓക്സിജൻ ഇസ് യൂട്ടിലൈസ്ഡ് ബൈ ദ സെൽ ഫോർ ദി റെസ്പിറേഷൻ. ഓരോ സെല്ലുകളും ഇങ്ങനെ എത്തുന്ന ഓക്സിജനാണ് റെസ്പിറേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. The process of breakdown of food in the cells of an organism with the release of energy is called cellular respiration. Very important. അപ്പോൾ ഓക്സിജൻ ഇപ്പോൾ എവിടെ എത്തി? സെല്ലിലെത്തി അല്ലേ. അങ്ങനെ ഈ സെല്ലിലെത്തുമ്പോൾ നമ്മൾ കഴിച്ച ഫുഡ് ബ്രേക്ക് ഡൗൺ ആകും. എന്തിൻ്റെ ഹെൽപ്പോടുകൂടെ? ഈ ഓക്സിജൻ്റെ ഹെൽപ്പോടുകൂടെ. അതിൻ്റെ കൂടെ തന്നെ എനർജി റിലീസ് ആവുകയും ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എന്നോടെ പറയാം, ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ബ്രേക്ക് ഡൗൺ ആകുന്ന പ്രോസസ്സാണ് എവിടെ വെച്ച്? ഇൻ ദ സെൽസ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ സെൽസിൽ വെച്ച്. ഇതിൻ്റെ കൂടെ എന്ത് റിലീസ് ആകുന്നുണ്ട്? എനർജി റിലീസ് ആകുന്നുണ്ട്. ഈ എനർജിയാണ് നമ്മൾ വിവിധ ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായി ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നു. ഈ പ്രോസസ്സിന് എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. ഈ ഓക്സിജനാണ് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ നിന്നും ഉള്ളിലേക്ക് എടുക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് റെസ്പിറേഷനെ കുറിച്ചാണ്. ഓൺ ദ ബേസിസ് ഓഫ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ റെസ്പിറേഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. അപ്പോൾ ഓക്സിജൻ്റെ പ്രസൻസിലാണ് ഹ്യൂമൻ ബീയിങ്സിലെല്ലാം എന്ത് നടക്കുന്നത്? റെസ്പിറേഷൻ നടക്കുന്നത്. എന്നാൽ ഓക്സിജൻ്റെ ആബ്സെൻസിലും എന്ത് നടക്കാം? റെസ്പിറേഷൻ നടക്കാം. ഇതിൻ്റെ ബേസിസിൽ റെസ്പിറേഷനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനഎറോബിക് റെസ്പിറേഷൻ. നമുക്ക് ആദ്യം എന്താണ് എയറോബിക് റെസ്പിറേഷൻ എന്ന് നോക്കാം. When the breakdown of glucose occurs with the use of oxygen, it is called aerobic respiration. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്. ഈ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്തിൻ്റെ സഹായത്തോടു കൂടെ? ഓക്സിജൻ്റെ സഹായത്തോടു കൂടെ. അങ്ങനെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടെയാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നതെങ്കിൽ അത്തരത്തിലുള്ള റെസ്പിറേഷനെ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നു.
During aerobic respiration, glucose is completely broken down into carbon dioxide and water and energy is released. അങ്ങനെ ഈ എയറോബിക് റെസ്പിറേഷൻ്റെ സമയത്ത് ഈ ഗ്ലൂക്കോസ് പൂർണ്ണമായിട്ടും കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നു. അതിൻ്റെ കൂടെ എനർജി റിലീസ് ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. എയറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ മൈറ്റോകോൺട്രിയ. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സെല്ലിൻ്റെ അകത്തുള്ള പവർ ഹൗസായ മൈറ്റോകോൺട്രിയയിലാണ്. മൈറ്റോകോൺട്രിയയെ കുറിച്ച് നിങ്ങൾ മുൻപത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സെല്ലിലുള്ള ഒരു ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. ഇവിടെ വെച്ചാണ് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഷോൺ ബൈ ദ ഫോളോവിങ് ഇക്വേഷൻസ്. താഴെ പറയുന്ന ഇക്വേഷൻ നോക്കൂ. ഗ്ലൂക്കോസ്, അതായത് നമുക്ക് ഫുഡിൽ നിന്ന് ലഭിക്കുന്ന ഗ്ലൂക്കോസ് ഓക്സിജന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഓക്സിജൻ ഉപയോഗപ്പെടുത്തി കാർബൺ ഡയോക്സൈഡും വാട്ടറുമായി ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നു. അതിൻ്റെ കൂടെ എനർജി റിലീസ് ചെയ്യുന്നു. ഈ എനർജി വിവിധ ഫങ്ഷൻസ് ചെയ്യാൻ നമ്മൾ ഓർഗാനിസംസ് ഉപയോഗപ്പെടുത്തുന്നു. Aerobic respiration is seen in most of the organisms such as humans, dogs, cats, lions, elephants, cows, buffaloes, goats, snakes, earthworms, frogs, fishes, etc. അപ്പോൾ ഓൾമോസ്റ്റ് വരുന്ന എല്ലാ മേജർ ഓർഗാനിസത്തിലും എയറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. ഇനി എന്താണ് അനഎറോബിക് റെസ്പിറേഷൻ എന്ന് നോക്കാം. When a breakdown of glucose takes place without using oxygen, ഓക്സിജന്റെ ഉപയോഗമില്ലാതെയാണ് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ അനഎറോബിക് റെസ്പിറേഷൻ എന്ന് പറയാം. The glucose is not completely broken down into carbon dioxide and water. അപ്പോൾ നേരത്തെ പറഞ്ഞു ഗ്ലൂക്കോസ് ഏതിൽ? എയറോബിക് റെസ്പിറേഷനിൽ ഗ്ലൂക്കോസ് പൂർണ്ണമായിട്ടും കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടും. എന്നാൽ അനഎറോബിക് റെസ്പിറേഷനിൽ പൂർണ്ണമായിട്ടും കാർബൺ ഡയോക്സൈഡും വാട്ടറുമായി ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നില്ല. An intermediate compound is formed with the release of less amount of energy during this process. അതിനിടയിൽ ഒരു ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ആൽക്കഹോൾ. അതിൻ്റെ കൂടെ ലെസ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആകുന്നുണ്ട്. അത് ചെറിയ എമൗണ്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസ് വിത്ത് നോ ഓക്സിജൻ, ഓക്സിജന്റെ പ്രസൻസ് ഇല്ല, ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ആയി മാറുന്നു. വിത്ത് ലെസ് എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. അപ്പോൾ ഇതാണ് അനഎറോബിക് റെസ്പിറേഷൻ. ഇനി ഈസ്റ്റ് സച്ച് ആസ് സാക്കറോമൈസസ് സെറസീവിയ ആൻഡ് certain bacteria carry out anaerobic respiration. ഈസ്റ്റ് പോലുള്ള, അതായത് ഈസ്റ്റ് വർഗത്തിൽപ്പെട്ട സാക്കറോമൈസസ് സെറിവീസിയ, അതുപോലെ ചില ബാക്ടീരിയ, ഇവയിലെല്ലാം അനഎറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ദീസ് ഓർഗാനിസംസ് ദാറ്റ് ക്യാരി ഔട്ട് റെസ്പിറേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആർ കോൾഡ് അനഎറോബ്സ്. അപ്പോൾ ഇത്തരത്തിൽ ഓക്സിജന്റെ പ്രസൻസിൽ അല്ലാതെ റെസ്പിറേഷൻ നടത്തുന്ന ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് അനഎറോബ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഈസ്റ്റുകളും സാക്കറോമൈസസ് സെറവീസിയ എന്ന് പറയുന്ന ഈസ്റ്റും പിന്നെ ചില ബാക്ടീരിയകളും എന്തിന് ഉദാഹരണമാണ്? അനഎറോബിന് ഉദാഹരണമാണ്. ഈസ്റ്റ് ഈസ് എ സിംഗിൾ സെൽഡ് ഓർഗാനിസം. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഏകകോശ ജീവിയാണ്, ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ. ഡ്യൂറിങ് അനഎറോബിക് റെസ്പിറേഷൻ, അപ്പോൾ ഈസ്റ്റിലെ അനഎറോബിക് റെസ്പിറേഷനെ പറയുന്ന മറ്റൊരു പേരാണ് ഫെർമെന്റേഷൻ എന്നുള്ളത്. ഈസ്റ്റ് പ്രൊഡ്യൂസസ് എഥനോൾ. അപ്പോൾ ആൽക്കഹോൾ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഏത് ആൽക്കഹോളാണ്? എഥനോൾ ആണ്. ആസ് എ ബൈ പ്രൊഡക്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് വൈൻ ആൻഡ് ബിയർ. അപ്പോൾ വൈനും ബിയറൊക്കെ നിർമ്മിക്കാൻ വേണ്ടി, അത് പുളിക്കാൻ വേണ്ടി, ആ പുളിപ്പ് രസം വരുന്നത് ഈ ബൈ പ്രൊഡക്റ്റായ എഥനോളിൽ നിന്നാണ് ഓർത്തിരിക്കുക. അതിന് വേണ്ടി ഈ ഈസ്റ്റ് ഉപയോഗപ്പെടുത്താറുണ്ട്. ഈസ്റ്റിന്റെ അനൈറോബിക് റെസ്പിറേഷന്റെ പേരാണ് ഫെർമെന്റേഷൻ.
ഇനി ദ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ബ്രെഡ് മേക്കിംഗ് ഇൻഡസ്ട്രി. ബ്രെഡുകളും മറ്റും അതുപോലെ നമ്മൾ വീട്ടിൽ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഈസ്റ്റ് ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആകും അല്ലേ. അപ്പോൾ റിലീസ് ആകുമ്പോൾ തന്നെ ഈ ഈസ്റ്റ് ഇട്ടതിനാൽ തന്നെ ഇതിങ്ങനെ മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് അറിയാൻ സാധിക്കും. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുന്നത് ഫെർമെന്റേഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ മേക്കിംഗ് വൈൻ ആൻഡ് ബിയർ. അതുപോലെ തന്നെ വീടുകളിൽ അപ്പവും ബ്രെഡ് മേക്കിംഗ് ഇൻഡസ്ട്രിയിൽ ബ്രെഡ് ഉണ്ടാക്കാനും ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി അനൈറോബിക് റെസ്പിറേഷൻ ഇൻ മസിൽസ്. ചില സമയത്ത് നമ്മുടെ മനുഷ്യരിലും ഇത്തരത്തിലുള്ള അനൈറോബിക് റെസ്പിറേഷൻസ് നടക്കാറുണ്ട്, എസ്പെഷ്യലി ഇൻ മസിൽസ്. അതെങ്ങനെയാണ്, എന്താണ് അതുമൂലം സംഭവിക്കുന്നതെന്ന് നോക്കാം. യൂഷ്വലി എയറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഹ്യൂമൻസ് ബട്ട് അണ്ടർ certain conditions anaerobic respiration may also occur our muscles for a short time due to the ടെമ്പററി ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ. നമ്മൾ പറഞ്ഞു സാധാരണയായി ഹ്യൂമൻ ബീയിങ്സിൽ എയറോബിക് റെസ്പിറേഷൻ ആണ്. എന്നാൽ ചില കണ്ടീഷൻസിൽ നമ്മുടെ മസിൽസിൽ എന്ത് നടക്കാറുണ്ട്, അനൈറോബിക് റെസ്പിറേഷൻ. ഒരു ചെറിയ സമയത്തേക്ക്, ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. അതുകൊണ്ടാണ് അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നത്. എപ്പോഴാണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്? വെൻ വി പെർഫോം എ ഹെവി എക്സസൈസ് like running, cycling, walking, weight lifting etc. നമ്മൾ കളിക്കുമ്പോഴോ ഓടുമ്പോഴോ സൈക്ലിംഗ് ചെയ്യുമ്പോഴോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. കാരണം ഈ സമയത്തെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ വലിയ എമൗണ്ടിൽ എനർജി ആവശ്യമാണ്. ടു മീറ്റ് ദ എനർജി റിക്വയർമെന്റ് അവർ മസിൽ സെൽസ് പെർഫോം അനൈറോബിക്കലി. അപ്പോൾ ഈ എനർജി റിക്വയർമെന്റ് എത്താൻ വേണ്ടി നമ്മുടെ മസിൽസ് അനൈറോബിക്കലി റെസ്പിറേഷൻ നടത്തും. During this process, the glucose or food in the muscle cells is partially broken down in the absence of oxygen to form lactic acid and some extra energy is released. അപ്പോൾ ആ സമയത്ത് മസിൽസിൽ ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഓക്സിജന്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഉള്ള സമയത്താണ് അവിടെ എന്ത് നടക്കുന്നത്, ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. അതുകൊണ്ടാണത് അനൈറോബിക് റെസ്പിറേഷൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാർഷ്യലി ബ്രോക്കൺ ഡൗൺ ഫുഡിന് നടക്കുകയും അവിടെ ലാക്റ്റിക് ആസിഡ് ഫോം ആവുകയും അതിൻ്റെ കൂടെ എനർജി റിലീസ് ആവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഗ്ലൂക്കോസ് അനൈറോബിക് റെസ്പിറേഷൻ്റെ സമയത്ത് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നു, അതിൻ്റെ കൂടെ എനർജിയും റിലീസ് ആകുന്നു. This hour because during vigorous physical activity the utilization of oxygen hours at a faster rate in the muscles that can be supplied by the blood. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വിഗറസ് ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ഉണ്ടാകും. എന്നാൽ ഈ ഓക്സിജൻ എല്ലാം വളരെ പെട്ടെന്ന് ഉപയോഗപ്പെടുത്തി അത് എനർജിയാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വളരെയധികം ഓക്സിജൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് അണക്കുക എന്ന് പറയും. ഓക്സിജൻ വളരെയധികം ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ട ഓക്സിജൻ ലഭിക്കാത്തത് കൊണ്ടാണ് മസിൽസും എക്സ്ട്രാ അനൈറോബിക് റെസ്പിറേഷനിലൂടെ എനർജിയെ കണ്ടെത്തുന്നത്. When the lactic acid produced during anaerobic respiration gets accumulated in the muscles, it causes muscle cramps. നമ്മൾ കളിക്കുമ്പോൾ ഈ കളിക്കാരുടെ എല്ലാം മസിൽ പിടിക്കുക എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതാണ് മസിൽ ക്രാംസ് എന്ന് പറയുന്നത്. അപ്പോൾ അനൈറോബിക് റെസ്പിറേഷൻ മസിൽസിൽ നടന്നാൽ എനർജി മാത്രമല്ല അതിൻ്റെ കൂടെ എന്തും പ്രൊഡ്യൂസ് ചെയ്യും, ലാക്റ്റിക് ആസിഡും പ്രൊഡ്യൂസ്ഡ് ചെയ്യും. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസിൽസിൽ അടിഞ്ഞുകൂടി കിടക്കുമ്പോഴാണ് നമ്മൾക്ക് മസിൽ ക്രാംസ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ദ മസിൽ ക്രാംസ് ക്യാൻ ബി റിലീവ്ഡ് ബൈ ടേക്കിംഗ് എ ഹോട്ട് വാട്ടർ ബാത്ത് ഓർ എ മസാജ്. അതൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചാലോ പെട്ടെന്ന് തന്നെ ആ മസിൽ ക്രാമ്പ് മാറുന്നതാണ്. ദിസ് ഇംപ്രൂവ്സ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓക്സിജൻ സപ്ലൈ ടു ദ മസിൽ സെൽസ് ഇൻക്രീസസ്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ആ മസിൽ ക്രാമ്പ് ഉണ്ടായ ഭാഗത്തേക്ക് കൂടുതൽ ബ്ലഡ് ഒഴുകിയെത്തുകയും ഓക്സിജൻ സപ്ലൈ കൂടുകയും അങ്ങനെ മസിൽ ക്രാമ്പ് മാറുകയും ചെയ്യും. ദ
increased supply of oxygen results in the complete breakdown of lactic acid into carbon dioxide in water. അപ്പോൾ അനേറോബിക് റെസ്പിറേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ലാക്റ്റിക് ആസിഡ് കൂടുതൽ ഓക്സിജൻ ആ ഭാഗത്തേക്ക് എത്തുന്നതോടെ പിന്നീട് കാർബൺ ഡയോക്സൈഡും വാട്ടറുമാക്കി മാറ്റപ്പെടും. അതുവഴി ക്രാംസിൽ നിന്ന് നമുക്ക് റിലീഫ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക, എന്താണ് മസിൽ ക്രാമ്പ്, ദെൻ ഏത് സമയത്താണ് നമ്മളിൽ അനേറോബിക് റെസ്പിറേഷൻ മസിൽസിൽ നടക്കുന്നത്, അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്താണ്, മസിൽ ക്രാമ്പ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് മാറുന്നത്, എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടൈപ്പ് റെസ്പിറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, എയറോബിക് റെസ്പിറേഷനും അനേറോബിക് റെസ്പിറേഷനും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം എയറോബിക് റെസ്പിറേഷൻ്റെ വായിക്കാം. It occurs in the presence of oxygen. ഓക്സിജന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. The complete breakdown of food takes place in aerobic respiration. എയറോബിക് റെസ്പിറേഷനിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ നടക്കും. എൻ പ്രൊഡക്റ്റ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ ആർ CO2 ആൻഡ് വാട്ടർ. കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് എയറോബിക് റെസ്പിറേഷന്റെ എൻ പ്രൊഡക്റ്റുകൾ. ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എയറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ്റെ സമയത്ത് വളരെ വലിയൊരു എമൗണ്ട് ഓഫ് എനർജി നമുക്ക് ലഭിക്കുന്നു. ഇനി അനേറോബിക് റെസ്പിറേഷനിലോ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ആബ്സെൻസിലാണ് നടക്കുന്നത്. പാർഷ്യൽ ബ്രേക്ക് ഡൗൺ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പാർഷ്യൽ ബ്രേക്ക് ഡൗൺ മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. ദെൻ എൻ പ്രൊഡക്ട്സ് ഓഫ് അനേറോബിക് റെസ്പിറേഷൻ ആർ ആൽക്കഹോൾ ആൻഡ് CO2 ഓർ ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഇതിന്റെ എൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ആൽക്കഹോൾ, കാർബൺ ഡയോക്സൈഡ് ആണ്. എന്നാൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിലെ മസിൽസിലാണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആയിരിക്കും ബൈ പ്രൊഡക്റ്റ്. ദെൻ ലെസ് എമൗണ്ട് ഓഫ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് അനേറോബിക് റെസ്പിറേഷൻ. വളരെ ചെറിയ ഒരു എമൗണ്ട് ഓഫ് എനർജി മാത്രമേ അനേറോബിക് റെസ്പിറേഷനിലൂടെ ഓർഗാനിസത്തിന് ലഭിക്കുന്നുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ബോഡി പാർട്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ഏതെല്ലാം ഭാഗങ്ങളിലൂടെയാണ് എയർ പാസ് ചെയ്ത് പോകുന്നതെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നെയ്സൽ പാസേജ്, ഓറൽ ക്യാവിറ്റി, ഫാരിങ്സ്, ട്രക്കിയ, ദെൻ 2 ലങ്സ്, ആ ലങ്സുകളെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിബുകൾ, വാരിയെല്ലുകൾ, ദെൻ ഈ ലങ്സിനെ അല്ലെങ്കിൽ റിബിനെ താഴത്തെ നമ്മുടെ സ്റ്റൊമക്കുമായി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന, വേർതിരിക്കുന്ന ഡയഫ്രം എന്ന ഭാഗം. ഇതെല്ലാം എന്താണെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന പാർട്സ് ആണ് ഇതെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഇസ് ബ്രീത്തിങ്. എന്താണ് ബ്രീത്തിങ് എന്ന പ്രോസസ്സ്, അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് പഠിക്കാം. It is the process in which air rich in oxygen is taken inside and air rich in carbon dioxide is given out with the help of respiratory organs. നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണ്? ലങ്സ് ആണ്. അപ്പോൾ ഈ ലങ്സിൻ്റെ സഹായത്തോടു കൂടെ നമ്മുടെ ചുറ്റുമുള്ള എയറിൽ നിന്നും ഓക്സിജൻ കണ്ടന്റ് കൂടിയ എയർ അകത്തേക്ക് എടുക്കുന്നതും നമ്മുടെ ബോഡിയിലെ കാർബൺ ഡയോക്സൈഡ് കണ്ടന്റ് കൂടിയ എയർ വെളിയിലേക്ക് കളയുന്നതുമായ പ്രോസസ്സാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. സോ ബ്രീത്തിങ് ഇൻവോൾവ്സ് 2 steps which takes place alternately. അപ്പോൾ ബ്രീത്തിങ്ങിൽ പ്രധാനമായിട്ടും 2 പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, 2 സ്റ്റെപ്പുകളായിട്ട്. അതിൽ ആദ്യത്തേതാണ് ഇൻഹെയിലേഷൻ. ടേക്കിംഗ് ഇൻ ഓഫ് എയർ റിച്ച് ഇൻ ഓക്സിജൻ ഇൻ ടു അവർ ബോഡി ഈസ് കോൾഡ് ഇൻഹെയിലേഷൻ. അറ്റ്മോസ്ഫിയറിൽ നിന്നും ഓക്സിജൻ കണ്ടന്റ് കൂടിയ എയർ നമ്മുടെ ശരീരത്തിലേക്ക് അകത്തേക്ക് എടുക്കുന്നതിനെയാണ് ഇൻഹെയിലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് എക്സ്ഹെലേഷൻ, ഗിവിങ് ഔട്ട് എയർ റിച്ച് ഇൻ കാർബൺ ഡയോക്സൈഡ് ഫ്രം അവർ ബോഡി ടു ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. പുറത്തെ എൻവയോൺമെൻറ്റിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് കണ്ടന്റ് കൂടിയ എയർ പുറത്തേക്ക് തള്ളുന്നതാണ് എക്സ്ഹലേഷൻ എന്ന് പറയുന്നത്. ദിസ് ആക്ടിവിറ്റി മസ്റ്റ് ബി പെർഫോംഡ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് യുവർ ടീച്ചർ ഓർ പാരൻറ്റ്. ഇത് നമുക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെയോ ടീച്ചറിൻ്റെയോ സൂപ്പർവിഷൻ വഴി ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് എന്താണ് ഇൻഹെയിലേഷൻ, എന്താണ് എക്സ്ഹെയിലേഷൻ. ഈ 2 പ്രോസസ്സും കൂടെ ചേർന്നതാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്.
Next is breathing rate. The number of times a person breathes in a minute is termed as breathing rate. ഒരു മിനിറ്റിൽ ഒരു മനുഷ്യൻ എത്ര തവണ ബ്രീത്ത് ചെയ്യുന്നു അതാണ് ബ്രീത്തിങ് റേറ്റ്. ആൻഡ് അഡൾട്ട് ഹ്യൂമൻ ബീയിങ് ക്യാൻ ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ 15 to 18 ടൈംസ് ഇൻ എ മിനിറ്റ്. സാധാരണയായിട്ടുള്ള ഒരു മുതിർന്ന മനുഷ്യൻ ഒരു മിനിറ്റിൽ 15 മുതൽ 18 വരെ സമയം ബ്രീത്ത് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് ദ ആവറേജ് ബ്രീത്തിങ് റേറ്റ് ഓഫ് ആൻ അഡൾട്ട് ഹ്യൂമൻ ബീയിങ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ആവറേജ് ആയിട്ടുള്ള ബ്രീത്തിങ് റേറ്റ് ആണ് ഈ 15 to 18 ടൈംസ് ഇൻ എ മിനിറ്റ് എന്ന് പറയുന്നത്. ദ ബ്രീത്തിങ് റേറ്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് ഓൾവേസ് കോൺസ്റ്റന്റ്. എന്നാൽ ഇതൊരിക്കലും സ്ഥിരമായിരിക്കില്ല. ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ഓക്സിജൻ റിക്വയർമെന്റ് ഓഫ് ദ ബോഡി. നമ്മുടെ ഓക്സിജൻ റിക്വയർമെന്റ്, ബോഡിയുടെ ഓക്സിജൻ റിക്വയർമെന്റ് അനുസരിച്ച് ഇത് മാറും. നമ്മൾ നല്ല രീതിയിൽ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ബ്രീത്തിങ് റേറ്റ് കൂടും. Breathing rate is somewhat faster in women than in men, and in children it is higher than adult. അപ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ബ്രീത്തിങ് റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ മുതിർന്ന പ്രായപൂർത്തിയായ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ബ്രീത്തിങ് റേറ്റ് കുട്ടികളേക്കാൾ കുറവാണ്. അപ്പോൾ കുട്ടികളിലെ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 30 ടൈംസ് വരെയാണ് ഒരു മിനിറ്റിൽ. അതും ഓർത്തിരിക്കുക. ദെൻ ബ്രീത്തിങ് റേറ്റ് ഈസ് സ്ലോവസ്റ്റ് വൈൽ സ്ലീപ്പിംഗ്. കാരണം എന്താണ്? ആ സമയത്ത് നമുക്ക് എനർജി വളരെ കുറച്ച് മതി. അതുകൊണ്ട് ബ്രീത്തിങ് റേറ്റ് ആ സമയത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിലായിരിക്കും ഉറങ്ങുമ്പോൾ. ദെൻ ഏറ്റവും കൂടുതൽ എപ്പോഴായിരിക്കും? ഹെവി എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, ലൈക്ക് റണ്ണിങ്, വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സെട്ര. കാരണം ഈ സമയത്ത് നമുക്ക് കൂടുതൽ എനർജി ആവശ്യമുണ്ട്. ഇൻക്രീസ്ഡ് ബ്രീത്തിങ് റേറ്റ് പ്രൊവൈഡ്സ് എ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് എയർ എൻട്രി ടു ലങ്സ്. ഹെൻസ് ബ്ലഡ് ക്യാൻ അബ്സോർബ് ഓക്സിജൻ അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. കാരണം ഇൻക്രീസിങ് ബ്രീത്തിങ് റേറ്റ് ആയി കഴിഞ്ഞാലേ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ആ സമയത്ത്, അതായത് ഹെവി എക്സസൈസ് ചെയ്യുന്ന സമയത്തെല്ലാം ബ്രീത്തിങ് റേറ്റ് കൂടുന്നത്. ഫാസ്റ്റർ ബ്രീത്തിങ് സപ്ലൈസസ് മോർ ഓക്സിജൻ ടു ദ ബോഡി സെൽ ഫോർ പ്രൊഡ്യൂസിങ് മോർ എനർജി റിക്വയർഡ് ഫോർ ഹെവി എക്സസൈസസ്. ഇങ്ങനെ കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാൽ മാത്രമേ സെല്ലുകൾക്ക് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം എക്സസൈസ് പോലുള്ള ഹെവി വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ എനർജി ആവശ്യമാണ്. During heavy exercises, the breathing rate can increase to 25 times per minute. ഒരു മിനിറ്റിൽ 25 തവണ വരെ ഹെവി എക്സസൈസിന്റെ സമയത്ത് അത് കൂടാം. ബിക്കോസ് ഓഫ് ദിസ് ഫുഡ് ഗെറ്റ്സ് ബ്രോക്കൺ ഡൗൺ അറ്റ് എ ഫാസ്റ്റർ റേറ്റ് ആൻഡ് ദസ് മേക്ക് us ഫീൽ ഹംഗ്രി. അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ ഫുഡ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി എനർജി റിലീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം വിശപ്പ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. വെൻ വി ഫീൽ ഡ്രൗസി, സ്ലീപ്പി ഓർ ടയേർഡ്, നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴോ ഉറക്കം തൂങ്ങുമ്പോഴോ ഒക്കെ, അല്ലെങ്കിൽ അലസമായിരിക്കുന്ന സമയത്ത് വി യോൺ, അതായത് നമുക്ക് കോട്ടവായ എന്ന് മലയാളത്തിൽ പറയും, വി യോൺ, ദാറ്റ് ഇസ് ഓപ്പൺ അവർ മൗത്ത് വൈഡ് ടു ടേക്ക് എ ലോങ് ആൻഡ് ഡീപ് ബ്രെത്ത് ഓഫ് എയർ. അപ്പോൾ ഈ കോട്ടവായ ഇടുന്ന സമയത്ത് ധാരാളം എയർ നമ്മുടെ അകത്തേക്ക് പോകുന്നത്. ഇംഗ്ലീഷിൽ യോൺ എന്നാണ് പറയുന്നത്. ബിക്കോസ് അവർ ബ്രീത്തിങ് റേറ്റ് സ്ലോസ് ഡൗൺ ആൻഡ് ദ ബോഡി ഡസ് നോട്ട് റിസീവ് സഫീഷ്യൻറ്റ് ഓക്സിജൻ. ക്ഷീണിച്ചിരിക്കുമ്പോഴോ ഉറക്കം തൂങ്ങിയിരിക്കുമ്പോഴോ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ കോട്ടവായയിലൂടെ, അത് ബോഡിയുടെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ മെക്കാനിസമാണ് കൂടുതൽ എയർ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ളത്. വാട്ട് ഈസ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ്? ഇനി അടുത്ത് പഠിക്കുന്നത് അതാണ്. ദ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദി ഫോളോയിങ് പോയിന്റ്സ്. നമുക്ക് താഴെയുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിനെ കുറിച്ച് മനസ്സിലാകും. നോർമലി വി ടേക്ക് ഇൻ എയർ ത്രൂ അവർ നോസ്ട്രിൽസ്. നമ്മളുടെ നോസ്ട്രിൽസ്, മൂക്കിന്റെ ദ്വാരം വഴിയാണ് നമ്മൾ എയർ അകത്തേക്ക് എടുക്കുന്നത്. വെൻ വി ഇൻഹെയിൽ എയർ ഇറ്റ് പാസസ് ത്രൂ അവർ നോസ്ട്രിൽസ് ഇൻ ടു ദ നെയ്സൽ ക്യാവിറ്റി. നോസ്ട്രിൽസിൽ നിന്നും നെക്സ്റ്റ് നെയ്സൽ ക്യാവിറ്റിയിലേക്ക് എയർ എത്തുന്നു. ഫ്രം ദ നെയ്സൽ ക്യാവിറ്റി ദ എയർ റീച്ചസ് അവർ ലങ്സ് ത്രൂ ദ വിൻഡ് പൈപ്പ്. വിൻഡ് പൈപ്പ് വഴി നമ്മുടെ എയർ എവിടെ എത്തുന്നു? ലങ്സിൽ എത്തുന്നു. ലങ്സ് ആർ പ്രസന്റ് ഇൻ ദ ചെസ്റ്റ് ക്യാവിറ്റി. നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിക്ക് ഉള്ളിൽ, അതായത് റിബ്സിന്റെ അകത്താണ് ലങ്സ് കാണപ്പെടുന്നത്. ദിസ് ക്യാവിറ്റി ഈസ് സറൗണ്ടഡ് ബൈ റിബ്സ് ഓൺ ദ സൈഡ്സ്. റിബ്സ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ലങ്സ്. എ ലാർജ് മസ്കുലാർ ഷീറ്റ് കോൾഡ് ഡയഫ്രം ഫോംസ് ദ ഫ്ലോർ ഓഫ് ദ ചെസ്റ്റ് ക്യാവിറ്റി. ചെസ്റ്റ് ക്യാവിറ്റിയുടെ ഏറ്റവും താഴെ ഭാഗമാണ് ഡയഫ്രം. ഈ ഡയഫ്രം ആണ് ചെസ്റ്റ് ക്യാവിറ്റിയെ നമ്മുടെ താഴെയുള്ള
സ്റ്റൊമക്കുമായി വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ആ പിക്ചറിൽ പറഞ്ഞതാണ്. അപ്പോൾ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം വഴിയാണ് എയർ പാസ് ചെയ്ത് ലങ്സിൽ എത്തുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, ഈ പിക്ചർ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആദ്യം നെയ്സൽ പാസേജ്, ദെൻ നോസ്ട്രിൽ വഴി അകത്തേക്ക് കടക്കുന്നു, നെയ്സൽ പാസേജ്, ദെൻ ഫാരിങ്സ്, ദെൻ ട്രക്കിയ, അതാണ് നമ്മുടെ വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത്. ട്രക്കിയ അതാണ് വിൻഡ് പൈപ്പ്. ദെൻ ലങ്സിൽ എത്തുന്നു, ലങ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ റിബ്സ് ഉണ്ട്. ദെൻ അതിൻ്റെ താഴെ എന്തുണ്ട്? ഡയഫ്രം ഉണ്ട്. ഇത്രയും ഓർത്തിരിക്കുക. ഇനി സ്മോക്കിംഗ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ലങ്സ് ആർ വെരി ഡെലിക്കേറ്റ് ഓർഗൻസ് ആൻഡ് എസെൻഷ്യൽ ഫോർ ബ്രീത്തിങ്, ദസ് ബീപ്പിംഗ് അസ് എലൈവ്. നമുക്കറിയാം ലങ്സ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗൻ ആണ് അല്ലേ. ബ്രീത്തിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്നത് ഈ ബ്രീത്തിങ് വഴിയാണ്. സ്മോക്കിംഗ് ടൊബാക്കോ ഇൻ ദ ഫോം ഓഫ് ബീഡി, സിഗരറ്റ് ഓർ സിഗാർ ഡാമേജസ് അവർ ലങ്സ് ഗ്രാജുവലി കോസസ് ഇൽ ഹെൽത്ത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്മോക്കിംഗ് ടൊബാക്കോ, നമ്മൾ പുകയില വലിക്കുന്നത് ഏതിൻ്റെ എല്ലാ രൂപത്തിൽ, ആ ബീഡി, സിഗരറ്റ്, സിഗാർ ഇതിൻ്റെ എല്ലാ രൂപത്തിൽ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് അത് ഗ്രാജുവലി ഡാമേജ് ചെയ്യുന്നു, നമ്മൾ രോഗിയായി മാറുന്നു. വൈൽ സ്മോക്ക് അലോങ് വിത്ത് കെമിക്കൽസ് പ്രസന്റ് ഇൻ ടൊബാക്കോ എൻറ്റേഴ്സ് അവർ ബോഡി. നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ ആ സ്മോക്കിൻ്റെ കൂടെയുള്ള കെമിക്കൽസും, ടൊബാക്കോയിൽ ധാരാളം വിഷകരമായ കെമിക്കൽസ് ഉണ്ട്, അതും നമ്മുടെ ബോഡിയിൽ എത്തുന്നു. This chemicals present in tobacco damages the lungs in many ways, like breathing becomes difficult, cause lung cancer, heart disease. അപ്പോൾ ഇതുവഴി നമുക്ക് ലങ് ക്യാൻസറും ഹാർട്ട് ഡിസീസ് എല്ലാം വരാൻ സാധ്യതയുണ്ട്. സ്മോക്കിംഗ് ഓൾസോ അഫക്റ്റ് പീപ്പിൾ അറൗണ്ട് സ്മോക്കേഴ്സ് ആസ് ദേ ഓൾസോ ഇൻഹെയിൽ എയർ കണ്ടെയ്നിങ് ടൊബാക്കോ. വലിക്കുന്നവർക്ക് മാത്രമല്ല, വലിക്കുന്നവർക്ക് ചുറ്റും നിൽക്കുന്നവർക്കും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ, അതായത് വലിക്കുന്നവർക്ക് ചുറ്റും നിന്ന് ആ പുക ശ്വസിക്കുന്ന ആളുകളെ പാസീവ് സ്മോക്കേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സാണ് പാസീവ് സ്മോക്കിംഗ്. അപ്പോൾ വലിക്കുന്നവരുടെ ചുറ്റും നിന്ന് കഴിഞ്ഞാലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ മെക്കാനിസത്തിൽ ആദ്യം പഠിക്കുന്നത് ബ്രീത്തിങ് ഇൻഹൈലേഷൻ. ഈ ഇൻഹൈലേഷൻ്റെ സമയത്ത് എന്തെല്ലാമാണ് നടക്കുന്നത് എന്നാണ്. അതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എയർ ഈസ് ഡ്രോൺ ഇൻ, എയർ അകത്തേക്ക് വരുന്നു. റിബ്സ് മൂവ്സ് ഔട്ട്, റിബ് പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ ലങ്സ് എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. ഡയഫ്രം മൂവ് ഡൗൺവേർഡ്സ്, അപ്വേർഡ്സ് എന്നല്ല കേട്ടോ പിക്ചറിൽ, അപ്വേർഡ് എന്നാണ്, ശരിക്കും ഡൗൺവേർഡ്സ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് ഇൻഹലേഷൻ്റെ സമയത്ത് നടക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. When we breathe air in, two processes occur together. നമ്മൾ ശ്വസിക്കുമ്പോൾ രണ്ട് പ്രോസസ്സുകൾ ഒരുമിച്ച് നടക്കും. That is, the muscles between the ribs contract, causing the rib cage moves upward and outward. അപ്പോൾ നമ്മുടെ റിബ്സിൻ്റെ ഇടയിലുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റിബ് കേജ് മുകളിലേക്കും പുറത്തേക്കുമായിട്ട് വികസിക്കുന്നു. While the diaphragm contracts and moves downward. നമ്മുടെ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുകയും താഴേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. This upward and downward movement of rib cage and diaphragm respectively increases the space in the chest cavity and makes it larger. അപ്പോൾ റിബ് കേജും ഡയഫ്രവും ഇങ്ങനെ വികസിക്കുന്നത് മൂലം, ഡയഫ്രം ഡൗൺവേർഡ് ആണ് മൂവ് ചെയ്യുന്നത്, റിബ് കേജ് അപ്വേർഡും ഔട്ട്വേർഡുമായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെസ്റ്റ് ക്യാവിറ്റിയിലുള്ള സ്പേസ് വളരെയധികം കൂടുന്നു. As the chest cavity becomes larger, അപ്പോൾ ചെസ്റ്റ് ക്യാവിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്തുള്ള പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലെ എയറിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും എയർ മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് സക്സ് എയർ ഫ്രം ഔട്ട്സൈഡ്, പുറത്തു നിന്നും എയർ വലിച്ചെടുക്കുന്നു. ദ ലങ്സ് ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് എയർ ആൻഡ് എക്സ്പാൻഡ്. അങ്ങനെ ഈ ചെസ്റ്റ് ക്യാവിറ്റിയിലെ സ്പേസ് കൂടുമ്പോൾ ഇത് പുറത്തു നിന്നും എയറിനെ വലിച്ച് അകത്തേക്ക് എടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇൻഹലേഷൻ്റെ സമയത്ത് നടക്കുന്നത്. ആ പിക്ചറാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ പിക്ചറാണ് ഇത്.
Air is drawn in, ribs move out, diaphragm moves down. ഇത്രയുമാണ് ഇൻഹലേഷൻ്റെ സമയത്ത് നടക്കുന്നത്. ഇനി എക്സ്ഹലേഷൻ്റെ കാര്യവും ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. എയർ ഫോഴ്സ്ഡ് ഔട്ട്, പുറത്തേക്കാണ് പോകുന്നത്. റിബ്സ് മൂവ്സ് ബാക്ക്, റിബ്സ് എക്സ്പാൻഡ് ചെയ്തത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുന്നു. ഡയഫ്രം മൂവ്സ് അപ്വേർഡ് അല്ലെങ്കിൽ മൂവ്സ് ബാക്ക്, ഡയഫ്രം മുകളിലേക്ക് പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു പോകുന്നു. ഇത് എക്സ്ഹലേഷൻ്റെ സമയത്ത് നടക്കുന്നതാണ്. അപ്പോൾ എക്സ്ഹലേഷൻ്റെ സമയത്ത് എന്തൊക്കെ നടക്കുന്നു? when we breathe air out or exhale, the reverse process takes place. നമ്മൾ ഇൻഹേലേഷൻ്റെ സമയത്ത് പറഞ്ഞതിൻ്റെ റിവേഴ്സ് പ്രോസസ് ആണ് നടക്കുന്നത്. that is, the muscles of the ribs release, causing the rib cage to move downward or inward. അപ്പോൾ റിബ്സ് ഇപ്പോൾ എന്ത് മൂവ്മെന്റ് ആണ് നടത്തുന്നത്? ഡൗൺവേർഡും ഇൻവേർഡും. വൈൽ ഡയഫ്രം റിലീസസ് ആൻഡ് മൂവ്സ് അപ്വേർഡ്, കോൺട്രാക്ട് ചെയ്തിരുന്ന ഡയഫ്രം റിലീസ് ആകുന്നു, അത് പഴയ പൊസിഷനിലേക്ക് അപ്വേർഡിലേക്ക് മൂവ് ചെയ്യുന്നു. ദിസ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് റിബ് കേജ് ആൻഡ് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് ഡയഫ്രം ഡിക്രീസസ് ദ സ്പേസ് ഇൻ അവർ ചെസ്റ്റ് ക്യാവിറ്റി ആൻഡ് മേക്ക് ഇറ്റ് സ്മോളർ. അപ്പോൾ നമ്മുടെ റിബ് കേജ് ഡൗൺവേർഡ് ഇൻവേർഡ് മൂവ് ചെയ്യുന്നു, അതുപോലെ ഡയഫ്രം അപ്വേർഡ് മൂവ് ചെയ്ത് പഴയ പൊസിഷനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയിലെ സ്പേസ് കുറവായി വരുന്നു. സ്പേസ് കുറയുമ്പോൾ പ്രഷർ കൂടുന്നു. പ്രഷർ കൂടിയ ഭാഗത്ത് നിന്നും പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് കൂടിയ എയർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ സ്പേസ് കുറവാകുമ്പോഴാണ് നമ്മുടെ ലങ്സിൻ്റെ അകത്തുള്ള എയർ പുറത്തേക്ക് പുഷ് ഔട്ട് ചെയ്ത് പോകുന്നത്. സോ എയർ ഫോഴ്സിലി ഔട്ടേക്ക് പോകുന്നു. അപ്പോൾ ചെസ്റ്റ് ക്യാവിറ്റിയുടെ സ്പേസ് കുറയുന്നു, പ്രഷർ കൂടുന്നു. പ്രഷർ കൂടിയ ഭാഗത്ത് നിന്നും പ്രഷർ കുറഞ്ഞ ഭാഗം എവിടെയാണ്? ഇപ്പോൾ അറ്റ്മോസ്ഫിയറിലാണ്. അങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറം തള്ളപ്പെടുന്നു. ഇതാണ് എക്സ്ഹലേഷൻ്റെ സമയത്ത് നടക്കുന്നത്. ഇനി എന്താണ് സ്നീസിങ് എന്ന് നോക്കാം. ദ എയർ വി ഇൻഹെയിൽ കണ്ടെയ്ൻസ് വേരിയസ് ടൈപ്സ് ഓഫ് അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് ലൈക്ക് സ്മോക്ക്, ഡസ്റ്റ്, പോളൻ എക്സെട്ര. നമ്മൾ സാധാരണയായി ഇൻഹെയിൽ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്തൊക്കെയാ? സ്മോക്ക്, പൊടിപടലങ്ങൾ, ഡസ്റ്റ്, ദെൻ ചെടിയിൽ നിന്നുള്ള പോളൻസ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം അലർജി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഡ്യൂറിങ് ഇൻഹലേഷൻ ദീസ് പാർട്ടിക്കിൾസ് ഗെറ്റ് ട്രാപ്ഡ് ഇൻ ഹെയർ പ്രസന്റ് ഇൻ അവർ നെയ്സൽ ക്യാവിറ്റി. നമ്മുടെ മൂക്കിൻ്റെ അകത്ത് ധാരാളം രോമങ്ങളുണ്ട്. ഈ രോമങ്ങളിൽ ഇവ കുടുങ്ങിക്കിടക്കുന്നു. ദേ കോസ് ഇറിറ്റേഷൻ ഇൻ ദ ലൈനിങ് ഓഫ് നെയ്സൽ ക്യാവിറ്റി. നമുക്ക് വളരെയധികം ഇറിറ്റേഷൻ ഫീൽ ചെയ്യിക്കുന്ന സാധനങ്ങളാണ് ഇവയെല്ലാം. കാരണം ഇതെല്ലാം അലർജി ഉണ്ടാക്കുന്നവയാണ്. ആസ് വി റിസൾട്ട് വി സ്നീസ്. ഈ സമയത്താണ് നമ്മൾ തുമ്മുന്നത്. സ്നീസിങ് എക്സ്പെൽസ് ദ ഫോറിൻ പാർട്ടിക്കിൾസ് ഫ്രം ദ ഇൻഹെയിൽഡ് എയർ സോ ദാറ്റ് ഡസ്റ്റ് ഫ്രീ ക്ലീൻ എയർ മേ എൻറ്റർ ഇൻ ടു ദ ലങ്സ്. ഇത്തരത്തിലുള്ള ഫോറിൻ പാർട്ടിക്കിൾസിനെ പുറന്തള്ളാനായി നമ്മുടെ ശരീരം ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സ്നീസിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ക്ലീൻ എയർ ആണ് നമ്മുടെ ലങ്സിലേക്ക് പോകുന്നത്. വി ഷുഡ് ടേക്ക് കെയർ while sneezing in that we must cover our nose so that foreign particles expelled during sneezing may not be inhaled by another person nearby us. നമ്മൾ തുമ്മുമ്പോൾ ഒന്നല്ലെങ്കിൽ ഒരു തൂവാല വെച്ച്, കർച്ചീഫ് വെച്ച് മുഖം പൊത്തിപ്പിടിക്കാൻ ശ്രദ്ധിക്കണം. കാരണം തുമ്മുമ്പോൾ മറ്റുള്ളവരെ അത് ബാധിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതാണ് ഈ പറഞ്ഞത്. ഇനി എക്സ്ഹെയിൽഡ് എയർ കണ്ടെയ്ൻസ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം പുറന്തള്ളപ്പെടുന്ന എയറിൽ കൂടുതലായും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ദ എയർ ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന ആ എയറിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാവും? നൈട്രജൻ ഉണ്ടാകാം, ഓക്സിജൻ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, വാട്ടർ വേപ്പർ ഉണ്ടാവും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഹെയിൽഡ് എയർ ആൻഡ് എക്സ്ഹെയിൽഡ് എയർ ഈസ് ദാറ്റ് ദ ഇൻഹെയിൽഡ് എയർ കണ്ടെയ്ൻസ് മോർ ഓക്സിജൻ വൈൽ എക്സ്ഹെയിൽഡ് എയർ കണ്ടെയ്ൻസ് മോർ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇൻഹെയിൽഡ് എയറിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഓക്സിജൻ ആണ്. എന്നാൽ പുറത്തേക്ക് പോകുന്ന എക്സ്ഹെയിൽഡ് എയറിൽ കൂടുതലായിട്ടുള്ളത് ശരീരത്തിൽ അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ബിസൈഡ്സ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ദ എയർ ഓൾസോ contains more water vapor. Exhaled air contains more water vapor than inhaled air. അപ്പോൾ ഇൻഹെയിൽഡ് എയറിനേക്കാളും കൂടുതൽ വാട്ടർ വേപ്പർ കണ്ടന്റ് ഉള്ളത് എക്സ്ഹെയിൽഡ് എയർ, പുറം തള്ളപ്പെടുന്ന എയറിലാണെന്ന് ഓർത്തിരിക്കുക. The air which we inhale and exhale is a mixture of gases and water vapors. The inhaled air is rich in oxygen while exhaled air is rich in carbon dioxide. The percentage of oxygen and carbon dioxide in inhaled and exhaled air can be shown as follows. അപ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയറിലും എക്സ്ഹെയിൽഡ് ചെയ്യുന്ന എയറിലും ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഓക്സിജൻ കണ്ടന്റ് 21% ആണ്.
കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറവാണ്, 0.04% ആണ്. എന്നാൽ എക്സൈൽഡ് എയറിലോ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കുറയുന്നു, 16.4 ആണ്. ബാക്കി നമ്മുടെ ബോഡി യൂസ് ചെയ്തു. എന്നാൽ പുറത്തേക്ക് പോകുന്ന എയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് വളരെയധികം കൂടി, 4.4% ആണ്. അതുപോലെ ഓർത്തിരിക്കുക, വാട്ടർ വേപ്പർ കൂടെ ഉണ്ട്. വാട്ടർ വേപ്പറിന്റെ കണ്ടന്റ് എക്സൈൽഡ് എയറിലാണ് കൂടുതൽ, ഇൻഹെയിൽഡ് എയറിൽ വളരെ കുറവാണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഉണ്ട്, അത് റെസ്പിറേഷൻ ഇൻ അതർ ഓർഗാനിസംസ്, മറ്റ് ജീവികളിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് എന്നാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഹ്യൂമൻ ബീയിങ്സിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത് എന്നാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്